വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ ഭാഗമായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ, അങ്ങയുടെ സ്വരത്തിന് കാതോർക്കുമ്പോൾ, തമ്പുരാനെ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രത്യേകമായി ഈ സമയം അങ്ങയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ, പ്രതിസന്ധികളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസം പകരട്ടെ. പരിശുദ്ധ അമ്മേ, ഈ സമയം അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു പക്ഷേ വളരെ വർഷങ്ങളായി, ജനിച്ച നാൾ മുതൽ തന്നെ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും. അല്ലെങ്കിൽ ജീവിത വഴികളിൽ എപ്പോഴെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായവരാണ് നമ്മിൽ ചിലർ. പൗലോസ്ലീഹ പറയുകയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവം നൽകിയ വലിയ ദാനമാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം അതുതന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാം പരിചിതമായ ഒരു വചനമാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. നിനക്ക് എന്തു പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ഉള്ള സൗഭാഗ്യങ്ങളെല്ലാം, അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകിയതാണ് എന്ന് ഈ ലേഖനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവിക ദാനമാണ് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റി, ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിനെ അനുഗമിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനഭാഗത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ള ജനം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വചനഭാഗം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? പല ഉത്തരങ്ങളും അവർ കൊടുത്തു. ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. ആളുകൾക്കൊക്കെ യേശുവിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഈ ശിഷ്യന്മാർ പറഞ്ഞു. അവസാനം ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ്ലീഹ കൊടുത്ത മറുപടി നമുക്കറിയാം. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത്. ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ്, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈശോ പത്രോസിന് കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല
സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നോക്കുക, ഇത് ഈ ഭൂമിയിൽ നിന്നും കിട്ടിയ ഒരു വെളിപാടല്ല, ഏതെങ്കിലും മനുഷ്യർ വഴിയായിട്ട് ലഭിച്ച ഒന്നല്ല, മറിച്ച് സ്വർഗം തന്നെയാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. സ്വർഗമാണ് നിനക്ക് ഈ വിശ്വാസത്തിന് ദാനം നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിയേണ്ട, ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ മുൻപോട്ട് പോകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അത് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, ദൈവം നമുക്ക് ഈ ദാനം നൽകിയത് കൊണ്ടാണ്. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം ഇതാണ് പറയുക. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നോക്കുക, ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് തമ്പുരാൻ്റെ ദാനമാണ് എന്നുള്ള ആ സത്യം നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? എന്നും ജാഗ്രതയോടുകൂടി ജീവിക്കണം. ജാഗ്രതയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ദാനം നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 31 മുതലുള്ള വചനഭാഗം. പത്രോസ്ലിഹായ്ക്ക് ഈശോ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നമ്മളവിടെ കാണുക. നമുക്കറിയാം, സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. തന്നെ കാൽവരിയിൽ ബലിയർപ്പിക്കാൻ വേണ്ടി ദൈവം ഒരുങ്ങുന്ന സമയമാണ്. അപ്പോൾ പത്രോസ്ലിഹായ്ക്ക് തമ്പുരാൻ കൊടുക്കുന്ന വലിയ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുക. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നോക്കുക, പിശാച് അരികിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തമ്പുരാൻ കൊടുക്കുക. ഈ കുരിശിനെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന പത്രോസിനെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കാൽവരിയിലേക്ക് നടന്നു പോകുന്ന ക്രിസ്തുവിൽ നിന്നും അകന്ന് ജീവിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യനോട് ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ്ലീഹ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. അത് സംഭവിച്ചു. യേശു പറഞ്ഞത് സംഭവിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്നേഹമുള്ളവരെ, ജാഗ്രത നഷ്ടപ്പെട്ടപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിലുള്ള വിശ്വാസം പത്രോസിന് നഷ്ടമായി. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാനിടയുണ്ട്. ജാഗ്രതയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ കാലത്ത് സഭ, വിശ്വാസം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 1-2 വചനങ്ങളിൽ കുറിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിനു കാരണം. നോക്കുക, ഇത്ര വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൗലോസ്ലീഹ കുറിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. ഈ ലേഖന ഭാഗത്ത് കുറിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യം കൊണ്ട് വിശ്വാസത്തിൽ നിന്നും പലരും വ്യതിചലിക്കും. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇന്നും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ സഭയോട് സ്നേഹമില്ലാത്ത, യേശുവിനോട് സ്നേഹമില്ലാത്ത മനുഷ്യരൊക്കെ പല കാര്യങ്ങളും പറയുന്നു. പ്രിയമുള്ളവരെ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട്. അതൊക്കെ കാണുമ്പോൾ പല മനുഷ്യരും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുക, ജാഗ്രതയോടുകൂടി ജീവിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ജാഗ്രതയോടുകൂടി നിലനിൽക്കണം. എങ്കിലേ ഈ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. പൗലോസ്ലീഹ തന്നെ തിമോത്തിയോസിന് എഴുതിയ
രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇതാണ്. 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. മരണശുശ്രൂഷയിലൊക്കെ നമ്മൾ ഒന്നുകിൽ കല്ലറയുടെ അവിടെ കാണുന്ന അല്ലെങ്കിൽ സെമിത്തേരിയിലൊക്കെ കാണുന്ന ഒരു വചനമാണിത്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഇതുപോലെ പറയാൻ നമുക്ക് പറ്റണം. എത്ര വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ വിശ്വാസം കാക്കും. അവസാനം നമ്മൾ പറയണം, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. അതുകൊണ്ട് ഏറെ ജാഗ്രതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. വീണ്ടും ഓരോ ദിവസവും നമ്മൾ ഈ വിശ്വാസത്തിൽ വളരാനായിട്ട് തമ്പുരാൻ്റെ കൃപ ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഇതൊരു ദാനമാണ്, നമുക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നവരും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. ഒരുപാട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ അതൊന്നും അഹങ്കരിക്കാനുള്ള വഴിയാകരുത്. മറിച്ച് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ഓർമ്മയുണ്ടാകണം. ആ ദാനം ഓരോ ദിവസവും ഇരട്ടി ഇരട്ടിയായി എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ലൂക്കാസ് വിശേഷത്തിൻ്റെ തന്നെ 17-ാമത്തെ അധ്യായം, അതിൽ നമ്മൾ ശിഷ്യന്മാരുടെ മനോഹരമായ ഒരു പ്രാർത്ഥന കാണുന്നുണ്ടല്ലോ. 17-ാമത്തെ അധ്യായം 5-ാം തിരുവചനം. അവിടെ യേശു സഹോദരങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരുവൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവൻ എത്ര പ്രാവശ്യം വന്ന് ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കണമെന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ തിരികെ തമ്പുരാനോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. ലൂക്കാസ് വിശേഷം 17-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വീണുപോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ജീവിതത്തിലെല്ലാം മനോഹരമായിരിക്കുമ്പോൾ, എല്ലാം സുരക്ഷിതമായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുമ്പോഴൊക്കെ തമ്പുരാനിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 6-ാമത്തെ തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. 11-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഇതാണ്: ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിലെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. ദൈവത്തെ തേടിയാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഉറപ്പായിട്ടും തമ്പുരാൻ നമുക്ക് പ്രതിഫലം നൽകും. അതുകൊണ്ട് ഓരോ ദിവസവും വിശ്വാസ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 7-ാം തിരുവചനം ഇതാണ്. വളരെ മനോഹരമായിട്ടുള്ള, നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. 6ഉം 7ഉം വചനങ്ങളാണ്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, നമ്മളൊക്കെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. എങ്കിലും വിശ്വാസത്തോടു കൂടി നിലനിൽക്കാൻ പറ്റണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഓരോ നിമിഷവും തമ്പുരാനോട് പ്രാർത്ഥിക്കണം. കൊച്ചുത്രേസ്യായുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിശുദ്ധർ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കൊച്ചുത്രേസ്യായെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക: വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്ന നാളുകൾ. നമുക്കറിയാം, ക്ഷയരോഗമൊക്കെ ബാധിച്ച് രക്തം ഛർദ്ദിക്കുന്ന ഒരവസ്ഥ. വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ കൊച്ചുത്രേസ്യായ്ക്ക് പോലും വിശ്വാസത്തിൽ ചാഞ്ചല്യമുണ്ടായി. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ സ്വർഗം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത്രയൊക്കെ കാലം ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചിട്ട് എനിക്ക് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രിയമുള്ളവരെ, ഇങ്ങനെ തിന്മയുടെ ശക്തി, പിശാച് കൊച്ചുത്രേസ്യായെ പോലും വ്യതിചലിപ്പിക്കാൻ നോക്കി.
പക്ഷേ ഇങ്ങനെയാണ് പറയുക. കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചു, തമ്പുരാനെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കുറേ ആഴ്ചകളോളം കഴിഞ്ഞപ്പോഴാണ് ആ വിശ്വാസം ശക്തി പ്രാപിച്ചത്, ആ വിശ്വാസം തമ്പുരാൻ മടക്കി നൽകിയത്. അതുപോലെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ച് ഇപ്രകാരം പറയാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധൻ വൈദികനായി കഴിഞ്ഞു പോലും ആദ്യത്തെ നാളുകളിലൊക്കെ അത്ര നന്മ നിറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നു നിന്ന ഒരു ജീവിതമായിരുന്നില്ല നയിച്ചത്. മറിച്ച് പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുന്ന ഒരു പുരോഹിതനെയാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൽ ആദ്യ കാലഘട്ടത്തിൽ കാണാൻ കഴിയുക. എന്നാൽ പിന്നീട് താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴികളിലൂടെ അല്ല നടക്കേണ്ടത് എന്നറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ പക്കലേക്ക് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന കാലത്ത് അദ്ദേഹത്തിനും പ്രലോഭനമുണ്ടായി. തൻ്റെ പ്രായമുള്ളവരെല്ലാം പല വഴികളിലൂടെ നടക്കുന്നു, ജീവിതം ആഘോഷമാക്കുന്നു. പക്ഷേ തനിക്കതൊന്നും ലഭ്യമല്ല. മാത്രവുമല്ല, സ്വർഗം, ദൈവം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ട് ഇതൊക്കെ വെറുതെ ആയാലോ, ഇങ്ങനെയുള്ള ചിന്തകൾ തിന്മ അദ്ദേഹത്തിനും നൽകി. അദ്ദേഹം ഒരുപാട് അസ്വസ്ഥപ്പെട്ടു. കാരണം വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് പുരോഹിതനാണ്, മറ്റുള്ളവരെ വഴി നടത്തേണ്ട വ്യക്തിയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്നറിഞ്ഞപ്പോൾ വിൻസെൻ്റ് ഡി പോൾ ചെയ്ത ഏറെ മനോഹരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം വിശ്വാസ പ്രമാണം എഴുതി അത് തൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ നെഞ്ചോട് ചേർത്ത് വെച്ചു. എപ്പോഴെങ്കിലുമൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഒരു ചാഞ്ചല്യമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ എഴുതി വച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ കൈ ചേർത്ത് വയ്ക്കുക എന്നതാണ്. അങ്ങനെ കൈ ചേർത്ത് വെച്ച് തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ഉള്ളിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കെൻ്റെ വിശ്വാസം മടക്കിത്തരണമേ, അതുമാത്രം മതി. അങ്ങനെ ആഴ്ചകളോളം, മാസങ്ങളോളം പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ നമുക്ക് കാണാൻ കഴിയും. എനിക്കെൻ്റെ വിശ്വാസം മടക്കിത്തരണമേ, അതുമാത്രം മതി. ദൈവം ആ വിശ്വാസം മടക്കിക്കൊടുത്തു, ശക്തമായി മടക്കിക്കൊടുത്തു. എത്ര മനോഹരമായിട്ടാണ് പിന്നീട് വിൻസെൻ്റ് ഡി പോൾ തൻ്റെ ജീവിതം പൂർത്തിയാക്കുന്നത് എന്ന് നമുക്കറിയാം. എത്ര മനോഹരമായ ശുശ്രൂഷകളിലാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ വ്യാപരിച്ചത് എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളും പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ ദാനമാണല്ലോ ഈ വിശ്വാസം, ഇത് എന്നിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ അതിൽ വളരാനുള്ള ഒരാഗ്രഹമില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്നും ഒരുപോലെയായിരിക്കും. നമ്മൾ ഈ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു, ആ വിശ്വാസത്തിൽ വളർന്നു, അങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്നു. ഒരുപാട് ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവരുടെയൊന്നും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ വിശ്വാസം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്നില്ല. ഒഴുക്കിനൊപ്പം പോകുന്ന ഒരുപാട് ആളുകൾ. പക്ഷേ നമ്മൾ അങ്ങനെ ആകരുത്, മറിച്ച് വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളായി മാറണം. അതാണല്ലോ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുക, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം 14 മുതലുള്ള വചനഭാഗമാണ്. അവിടെ കൃത്യമായിട്ട് കുറിച്ച് വയ്ക്കുന്നുണ്ട്, വിശ്വാസവും പ്രവൃത്തിയും എന്ന തലക്കെട്ടോടുകൂടി. രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒഴുക്കിനൊപ്പം മുന്നോട്ട് പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, തമ്പുരാനെ അങ്ങയുടെ ഈ ദാനം എനിക്ക് നൽകണമേ, ഈ ദാനത്തിൽ എന്നെ വളർത്തണമേ. ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും അഹങ്കരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറരുത്. വിശുദ്ധർക്ക് പോലും ഈ കാര്യത്തിൽ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധർ പോലും വഴിതെറ്റിപ്പോകുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം വീണ്ടും പ്രാർത്ഥിച്ചു, തമ്പുരാനോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദൈവം വീണ്ടും വീണ്ടും ഈ ദാനം നമ്മളിലേക്ക് ചൊരിയട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് യേശുവിനെ അറിയാനും യേശുവിനെ അനുഗമിക്കുവാനും കഴിയുന്നു എന്നുള്ളത്. ഇതൊന്നും കഴിയാത്ത എത്രയോ മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. നമുക്ക് ഈ വലിയ ദാനത്തെ പ്രതി തമ്പുരാനോട് നന്ദിയുള്ളവരായിരിക്കാം.
ആ ദാനത്തിൽ ഓരോ ദിവസവും വളരാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.